യഥാർത്ഥത്തിൽ നമുക്ക് കുറച്ചു നേരം ഇതുതന്നെ നിർത്താം. നമുക്ക് ലക്ഷ്മിയുടെ വിശേഷങ്ങൾ ചോദിക്കാം. പറയൂ ലക്ഷ്മി, എവിടെയാ നാട്? തൃശ്ശൂരാണ്. തൃശ്ശൂർ. എങ്ങനെയാ ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയത്? പ്രേമമായിരുന്നോ, അറേഞ്ച്ഡ് ആയിരുന്നോ? ലവ് കം അറേഞ്ച് മാരേജ് ആണ്. അതെയോ? എങ്ങനെ ഇവിടെ വെച്ചാണോ പരിചയം? ഇവിടെ വെച്ച് തന്നെയാണ്. എന്താ ആർജയായിരുന്നോ? എന്നിട്ടും എങ്ങനെ കണ്ടുമുട്ടി? ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ കണ്ടിട്ട്. അപ്പോ ഇവിടെ വരാനുള്ള റീസൺ എന്തായിരുന്നു? എന്റെ അമ്മ ഇവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, അപ്പൊ ഞാൻ ഇവിടെ സ്റ്റഡീസ് ഒക്കെ ഇവിടെയായിരുന്നു. ആണോ? അത് കഴിഞ്ഞിട്ട് ജനിച്ചത് ഇവിടെയാണോ? അല്ല, നാട്ടിലാണ്, തൃശ്ശൂര്. അപ്പം വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ അവിടെ 10th വരെ ഞാൻ അവിടെയായിരുന്നു. ഓക്കെ. എന്നിട്ട് ഇദ്ദേഹത്തിന് ഈ ഫ്രണ്ട് വഴി പരിചയപ്പെട്ടു. പിന്നെ അതിങ്ങനെ ഓൺലൈൻ ചാറ്റിംഗ് തുടങ്ങി, പിന്നെ കാണൽ തുടങ്ങി. പിന്നെ അമ്മ കൈയോടെ പിടിച്ചു, എന്റെ അമ്മ കൈയോടെ പിടിച്ചു. പിന്നെ ഉടനെ ഓക്കെ എന്ന് പറഞ്ഞു. പ്രശ്നമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെയാണ് അറിഞ്ഞത്. ഓ, അത് ശരി, പിന്നീട് അറിഞ്ഞത്. കല്യാണം കഴിയുന്നവര് സ്ക്രീൻ സേവർ ഇട്ടൊക്കെയാണല്ലോ. നാട്ടിൽ പോവാറുണ്ടോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു. ആണോ? ഇപ്പൊ അമ്മ ഇവിടെ തന്നെ ഉണ്ടോ? ഇല്ല, അമ്മ ഇപ്പൊ മാൾഡീവ്സിലാണ്. ആക്ച്വലി അവിടെയാണ് അമ്മ. ഹൈദരാബാദാണ് ബേസ്. അവിടെ GMR കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ. അപ്പം ഇപ്പൊ എയർപോർട്ട് എടുത്തിട്ട് പ്രോജക്ട് കഴി അവിടെയാണ്. മാൾഡീവ്സിൽ ഇപ്പം റൈറ്റ്സ് കാരണം അവിടെ നിന്ന് തിരിച്ചു വരാൻ നിൽക്കുകയാണ്. ഇന്ത്യൻ ഗവൺമെന്റ് ഒരു GMR എന്ന് പറഞ്ഞാണ് എയർപോർട്ട് എടുത്തേക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. ഇപ്പൊ ഒരു മോള്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മോള്. അതെ. എത്ര വയസ്സായി മോൾക്ക്? 3 വയസ്സായി. മോളുടെ പേരെന്താ? തൻവി. ഓക്കെ. ഈ മിഥുന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഒരു ആക്ടർ ആവുക എന്നുള്ളതാണോ, അതോ നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ജോലി ചെയ്യുക എന്നുള്ളത്? ശരിക്കും പറഞ്ഞാൽ എന്റെ പാഷൻ മുഴുവൻ സിനിമയാണ്. അതിനകത്തൊരു ഇപ്പം ആക്ടർ എന്നുള്ളത് ഒരുപക്ഷെ അതിന്റെ പുറകിൽ നിൽക്കുക എന്നുള്ളത് ഒന്നുമല്ല. സിനിമ എന്ന് പറയുന്നതാണ് എന്റെ പാഷൻ. എനിക്ക് ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് ഏത് മേഖലയായാലും കുഴപ്പമില്ല. അത് ഏത് മേഖലയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പം ദൈവാനുഗ്രഹിച്ചിപ്പം ആക്ടിംഗ് ആണ് ഇപ്പൊ തൽക്കാലം സ്പോൺസറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം ബാക്കി തീരുമാനങ്ങൾ. ബട്ട് സിനിമയാണ് എനിക്ക് ഏറ്റവും പാഷനറ്റ് ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത് സിനിമയാണ്. ഈശ്വരാനുഗ്രഹിച്ച് നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴും സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാവരുമായിട്ടും ആ ഒരു ബന്ധം എപ്പോഴും കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല റേഡിയോയിലായതുകൊണ്ട് തന്നെ സിനിമയുമായിട്ട് ദിവസവും ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. പക്ഷെ അതേസമയം ഇവിടെ ആകുമ്പോൾ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനൊരു ജോലിയിലാണ്. എന്റെ സ്വന്തം ഫേം അല്ല. ഐ നീഡ് ടു ടേക്ക് ലീവ് നാട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ എന്തായാലും ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പറയാം, ദൈവാനുഗ്രഹിച്ച് വരുന്ന ഓഫേഴ്സ് ഇപ്പൊ കഴിഞ്ഞ വർഷം ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ 2000 നമ്മളിപ്പോ 2013 നിൽക്കുന്നു. 2012 4 പടം ചെയ്തു ഞാൻ. 4 പടം. ഡയമണ്ട് നെക്ലസ് ചെയ്തു, വേറൊരു മകൻ ചെയ്തു, റാൻഡൂബ് റൺ ചെയ്തു, ബാങ്കിങ് ആസ് 10-4 ചെയ്തു. ഈ 4 പടം ചെയ്യുന്ന ജോലിയുള്ളതാണ്. വീടെടുത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്താണ് പോയി ചെയ്യുന്നത്. ഡയമണ്ട് നെക്ലസ് ഇവിടെ തന്നെയാണ്. അതിലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് ഓഫർ വരുന്ന അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ വെൻ എ ഗുഡ് ഓഫർ കംസ് ഇൻ, ഞാനിപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓഫീസിൽ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. മറച്ചു വയ്ക്കാൻ പറ്റുന്ന സാധനമല്ലോ, സിനിമയിൽ തന്നെ കഴിയുമ്പോൾ ആൾക്കാർ അറിയുന്ന കാര്യം. അപ്പോൾ ഞാൻ ഒരു എന്താ പറയുക പെയ്ലെസ് ലീവായിട്ട് പോലും എടുത്തു പോകാറുണ്ട്. ദാറ്റ് ഈസ് ഹൗ. എനിക്ക് അത്രയും പാഷനറ്റ് ആണ് ഞാൻ സിനിമയെ കുറിച്ച്. അത്രയും പാഷനറ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് പിന്നെ നാട്ടിൽ തന്നെ നിൽക്കുന്നില്ല? അതിനകത്ത് 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, ഇപ്പൊ ഒരുപക്ഷെ നമ്മുടെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈലാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലൈഫ് സ്റ്റൈലുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മാത്രമല്ല എന്റെ കമ്പനിയോട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് വിട്ടറിഞ്ഞ് പോകുന്നത് ശരിയായ ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അറിയില്ല, നമുക്ക് ഇപ്പൊ തൽക്കാലം സിനിമ ചെയ്യുന്നുണ്ട്, സിനിമയുടെ ബാക്കി അടിയറ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതങ്ങനെ പോട്ടെ. അത് ഒരു ദിവസം എനിക്ക് തോന്നുകയാണ് ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് നാട്ടിൽ പോയി സെറ്റിൽ ചെയ്ത് ഫുള്ളായിട്ടും സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം തോന്നുന്ന ദിവസം ഞാൻ അത് ചെയ്യും. ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു പടത്തിൽ ഇങ്ങനെ അഭിനയിച്ച് തുടങ്ങിയ സമയത്താണ് ഇങ്ങോട്ട് പോകുന്നത് അല്ലേ? പെട്ടെന്ന് അവിടെ ഇങ്ങനെ മിഥുൻ പോയി ദുബായിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നി അയ്യോ സിനിമയൊക്കെ വിട്ടിട്ട് പോയോ എന്നൊക്കെ തോന്നി. അങ്ങനെ ഒരു വരേണ്ട ഒരു സാഹചര്യം എന്തെങ്കിലും ജോലി ചെയ്യാന്നുള്ളത് തന്നെയാണോ? അത് മാത്രം ശരിക്കും പറഞ്ഞാൽ അതെ. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു 18ാമത്തെ വയസ്സിലാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. ആ സമയം തൊട്ട് ഞാൻ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല. നമ്മുടെ എൻ്റെ സ്വന്തമായിട്ട് മേ ബി ആങ്കറിങ് ആയിരിക്കും, കമ്പയറിങ് ആയിരിക്കാം, സ്റ്റേജ് ഷോസ് ആയിരിക്കാം,
അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ സീരിയൽസ് ചെയ്തിരുന്നു, ഒരു 10-12 സീരിയൽ ചെയ്തു. അപ്പോൾ ആ സമയത്താണ് എനിക്ക് വെട്ടം റൺവേ 2 പടം, ഒന്ന് ദേവസാറിൻ്റെ പടം, മറ്റൊന്ന് പ്രിയദർശൻ്റെ പടം, ദിലീപ് ആണ് 2 പടത്തിൽ. അപ്പം എനിക്ക് മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ഓഫേഴ്സ് ഒരുപാട് വന്നു തുടങ്ങി. അങ്ങനെയൊക്കെ ഉള്ളൊരു ലെവലിൽ നിന്ന സമയത്താണ് നമ്മുടെ സിനിമ സ്ട്രൈക്ക് വരുന്നത്. സിനിമ മാക്ട അമ്മ പ്രശ്നത്തിലുള്ള ഫസ്റ്റ് സ്ട്രൈക്ക് വരും. ആ സമയത്താണ് ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ എനിക്ക് റെഗുലറായിട്ട് ഇങ്ങനെ ഇൻകം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. സീരിയസ് ചെയ്യുമ്പോൾ അറിയാലോ, ഡെയിലി ഇതിങ്ങനെ പൈസ വരുന്നു. അങ്ങനെ ഒരു ലൈനിലാണ് ഐ ഹാവ് മൈ ഓൺ കാർ. ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ബട്ട് പെട്ടെന്ന് സീരിയൽ നിർത്തി സിനിമയിലോട്ട് കയറുകയും ചെയ്തു. അതേസമയം സ്ട്രൈക്ക് വന്ന് ഓൾമോസ്റ്റ് 3 months when you stand without any source of income, പെട്ടെന്ന് നമ്മളെ ബാക്കിയെല്ലാം നിർത്തിയിട്ട് ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. ആ സമയത്താണ് ഒരു റെവലേഷൻ ഉണ്ടാവണം നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഇപ്പം നമ്മളങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് എന്ത് തന്നെ വാങ്ങേണ്ടി വരും, അത് മോശമാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരുന്ന സമയത്താണ് ഈ ഓഫർ വരുന്നത്. ഞാനന്ന് ചെയ്യും ഒരു പ്രൈവറ്റ് ചാനലിൽ ലിറ്റിൽ മാസ്റ്റേഴ്സ് പറഞ്ഞൊരു ഷോ ചെയ്യാം. അപ്പോൾ അതിന് കണ്ടിട്ട് അവർ ഓഫർ വരുവാണ്. ഈ റേഡിയോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വൈഡോണ്ട് യു കം ഓവർ എന്ന് പറയുക. അപ്പോൾ അങ്ങനെയാണ് ഐ കെയിം ഓവർ ടു FM ചാനൽ. ഇത് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാനിവിടെ വന്നത് ശരിക്കും. ഓക്കെ. ഒരുപാട് പേർക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നു സിനിമ ഒരിക്കലും നമുക്കൊരു പെർമനന്റ് പ്രൊഫഷൻ ആക്കാൻ പറ്റില്ല, അല്ലെ? ഇത് എപ്പോൾ വരും എപ്പോൾ പോകും എന്ന് നമുക്ക് ഒരു പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് പറഞ്ഞു. ഞാൻ വരുന്ന ഒരു 9 വർഷം മുമ്പുള്ള സിറ്റുവേഷനാണ് ഇപ്പം നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇന്ന് കാലം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമയിൽ കറക്റ്റായിട്ട്, കാരണം ഈ സംഘടനകൾ വന്നതുകൊണ്ട് തന്നെയാണ്. അന്നത്തെ ആ ഒരു ഇടക്കിലായിരുന്നു നമ്മൾ പറയുന്നെങ്കിലും ഈ സംഘടനകൾ ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പം ബൗൺസ് ആവുന്ന ചെക്കുകളുടെ എണ്ണം കുറഞ്ഞു. കറക്റ്റായിട്ട് പൈസ കിട്ടിയിട്ടുണ്ട്. ഭയമുണ്ട് ഈ അത്ര പ്രാവശ്യം പലപ്പോഴും തരാന്ന് പറഞ്ഞ പൈസയുടെ പദ്ധതി ആകാറുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതല്ല. ഇന്നിപ്പോൾ ഓരോന്നിനും സംഘടനകൾ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പേടിയുണ്ട്. സംസാരിക്കാൻ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ ഭയം ഉണ്ടാവും.